ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിങ് കാണുക. കൂടാതെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്നുള്ളത്. Eight of Pentacles, Star, Page of Swords, Seven of Wands, Five of Cups, Hermit, Magician. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് അകലെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് എന്നും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നും ഒത്തിരി അകലെ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. അത് കൂടാതെ തന്നെ നിങ്ങൾ ഓർക്കുന്ന വ്യക്തി ഒരു സമയത്തൊരു ഏകാന്തത അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് സംസാരം കുറഞ്ഞിരിക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബന്ധം തിരികെ പിടിക്കുവാനും പഴയ രീതിയിൽ കൊണ്ടുപോകാനും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തോ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില തെറ്റുകൾ കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും അകന്നു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നതായിട്ടും വീണ്ടും നിങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാൻ ഇവർ ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു സ്റ്റാർ കിട്ടുന്നുണ്ട്. ഇത് പറയുന്നത് ഒരു പ്രതീക്ഷയാണ്. അതായത് ഈ ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ പഴയ രീതിയിൽ തിരിച്ച് ഇവർക്ക് മുന്നിൽ തന്നെ എത്തും. ഒരു പ്രതീക്ഷയോട് കൂടി ഒരു കാത്തിരിപ്പിന്റെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ മിണ്ടാതെ ഇരിക്കുകയാണെങ്കിലും കുറച്ചുകൂടി ഒരു സമയം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ പഴയതുപോലെ ഈ ഒരു വ്യക്തിയുമായിട്ട് മിണ്ടുമെന്നും അത് കൂടാതെ തന്നെ പഴയ രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുമെന്നും ഇവരുടെ തെറ്റുകൾ നിങ്ങൾ ഇവരോട് ക്ഷമിക്കുമെന്നും എന്നൊക്കെയുള്ള ചില ചിന്തകളിൽ ഇവർ മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം ഹീലായി പുതിയൊരു തുടക്കം നിങ്ങൾ തമ്മിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. പേജ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെ ഇവിടെ നിരീക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നില്ല, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഓരോ കാര്യവും നിങ്ങൾ ഇവരോട് സംസാരിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഓരോ കാര്യവും മറ്റു ചില വ്യക്തികളോട് ചോദിച്ച് ഇവർ മനസ്സിലാക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതാണ് ഈ ഒരു പേജ് ഓഫ് വാൺസ് പറഞ്ഞു തരുന്നത്, പേജ് ഓഫ് സോർട്സ് പറഞ്ഞു തരുന്നത്. അത് കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു സെവൻ ഓഫ് വാൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് എത്രയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായാലും അതല്ലെങ്കിൽ എത്രയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും ഞാൻ തോറ്റു പോകില്ല, ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്നുള്ളൊരു ഭാവത്തിൽ കൂടി ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഈ ഒരു സമയത്ത് ഇവർക്ക് ചുറ്റുമുള്ള ചില വ്യക്തികളിൽ നിന്നും ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവർ കാര്യമായി എടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അതായത് ഇവർ എവിടെയാണോ ഇവരുടെ വർക്ക് പ്ലേസിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ ഒരു വ്യക്തി അനുഭവിക്കുന്ന ഒരു എനർജി കൂടി കിട്ടുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു ഫൈവ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇത് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തിക്ക് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, അതല്ലെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിൽ പെരുമാറണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ചിന്തകളാണ്. അത് കൂടാതെ തന്നെ ഇവർ ഇപ്പോൾ അകന്നു നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് വീണ്ടും കാണിക്കുന്നത്. ഈ ഒരു അകലം അവരെ വളരെയധികം വേദനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യത്തെ കാര്യം, നിങ്ങൾ ഇവരോട് സംസാരിക്കാതെ ഇരിക്കുന്നത് ഇവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർ ഒരുപാട് അകന്ന്, നിങ്ങളിൽ നിന്നും ഒരുപാട് അകന്ന് ഒരു ദൂരെ ഒരു ദേശത്ത് നിൽക്കുന്ന ഒരു എനർജി കൂടി. പക്ഷേ ഈ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തായിരിക്കാം. അപ്പോൾ അതും ഈ ഒരു വ്യക്തിയെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത്
അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നും പ്രിയപ്പെട്ട ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നത് ഇവർക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. അതുകൂടാതെ തന്നെ ആരും അവരെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് ഇവർ പോകുന്നതായിട്ട് കാണുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില തെറ്റുകൾ കാരണമാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ആയതെന്നാണ് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ ഹെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വ്യക്തി ഇനി പഠിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളാണ് ഈ ഒരു ഹെർമിറ്റ് പറഞ്ഞു തരുന്നത്. അതായത് ബന്ധങ്ങൾക്ക് എന്തുമാത്രം മൂല്യം കൊടുക്കണം, അതുകൂടാതെ തന്നെ ഓരോ ബന്ധത്തിലും പരസ്പരം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു മെസ്സേജ് കൂടി ഈ ഒരു വ്യക്തി പഠിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു ആത്മപരിശോധനയുടെ ഒരു ടൈമാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ദൈവം തന്നെ ഒരു സമയം സ്വന്തം തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ടൈം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കുറച്ചു സമയത്തേക്ക് ഒരു ഏകാന്തതയിലൂടെ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. അത് ഇവരുടെ ആ ഒരു ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ അവർ ഇനി ചില പാഠങ്ങൾ പഠിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ചില വ്യക്തികളുടെ വിലകൾ മനസ്സിലാക്കുന്നതായിട്ടും ചെയ്ത തെറ്റുകളുടെ ആഴം അത് എത്രത്തോളം മറ്റുള്ളവരിൽ ഒരു മുറിവുണ്ടാക്കി എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു തിരിച്ചറിവൊക്കെ ഈ ഒരു വ്യക്തിക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ഇവരെ പരീക്ഷിക്കുന്നതായിട്ടും ഒരു ആത്മപരിശോധനയുടെയൊക്കെ ഒരു സമയം വന്നെത്തിയതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇനി ഒരു മാറ്റത്തിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കർമ്മ എനർജി ആയിട്ട് നോക്കിയപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇവർ സങ്കടത്തിലാണ്, ദുഃഖത്തിലാണ്. പക്ഷെ എവിടേക്കോ ഒരു പ്രതീക്ഷയും നമുക്ക് സ്റ്റാർ കിട്ടിയത് കൊണ്ട് തന്നെ ഇവർക്ക് ബാക്കിയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഈ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരു കർമ്മ പ്രവർത്തിക്കുന്ന ഒരു എനർജിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.